ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അടുത്തതായിട്ട് എന്താണ് തീരുമാനിച്ചത് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ സെൽഫ് ലവ് ക്ലാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലാസ് വേണം എന്നുള്ളവർക്ക് ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഹോപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലവ് ബിഗിനിങ്. ഈ രണ്ട് കാർഡ്സും കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയാം, നിങ്ങൾ തമ്മിൽ ഇപ്പോഴൊരു സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങൾ കാരണം ഒരു സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല. നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകാം. ഇനിയിപ്പം അല്ലാത്തവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ ഇരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടുള്ളത് എടുക്കാം. എന്താണെങ്കിലും ഒരു ഹോപ്പ് അവർ വെക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനർത്ഥം നിങ്ങൾ തമ്മിൽ ഇപ്പോഴൊരു കോണ്ടാക്ട് ഇല്ലായ്മയായിരിക്കും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളോ അവരോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് തിരിച്ച് ഒരു ലവ് ബിഗിനിങ് ആണ് വന്നിട്ടുള്ളത്. ഹോപ്പും വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് ലവ് ബിഗിനിങ് ആണ്. അപ്പൊ അതിനർത്ഥം ഒരു പ്രതീക്ഷയാണ്. ഇത് ഒന്നും കൂടി റീഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാർഡ്സ് എടുത്തിട്ട്, ടാരോട്ട് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് അവരുടെ? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? 8 ഓഫ് പെന്റക്കിൾ ആണ്. Four of Wands ആണ്. Page of Pentacle, Three of Pentacle, Knight of Swords ആണ് bottom of the deck. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കാര്യത്തിൽ അവരുടെ തീരുമാനം എന്താണ്? അടുത്തതായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? Four of Cups ആണ്. Five of Wands, Two of Swords വന്നിട്ടുണ്ട്. Four of Wands വന്നിട്ടുണ്ട്. ടെമ്പറൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള സ്പ്രെഡ് ഇതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ആദ്യം തന്നെ പറയാം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. മേ ബി നിങ്ങൾ ഇനി ഇതില്ല, ഈ ഒരു റിലേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്താലും മനസ്സുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നുണ്ടാവില്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഉറപ്പായിട്ടും.
ഓക്കെ, ഞാൻ ചിലവരുടെയെങ്കിലും കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക. അപ്പം അങ്ങനെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും പുറത്തു വരിക, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തു പോവുക, റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുക നിങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. രണ്ടു പേർക്കും അങ്ങനെ തന്നെയാണ്. ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ടാവുക, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും അവർക്ക് ആ ഒരു സമയത്ത് അതിന് സാധിച്ചിട്ടുണ്ടാകാം അവരുടെ സിറ്റുവേഷൻ കൊണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിന് സാധിക്കില്ല. ഓക്കെ, ഇവിടെ ഇതൊരു എൻഗേജ്മെന്റ്, മാരേജിലേക്കൊക്കെ പോകുന്ന ഒരു കാർഡാണ്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള 2 ഫാമിലീസ് ആണ് നിങ്ങളെങ്കിലും, 2 ഫാമിലി, അതായത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണെങ്കിലും നിങ്ങളെപ്പോലത്തെ ഒരു പാർട്ട്ണർ വേണം. അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് വേണമെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള തോട്ട് അവർക്ക് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ്. ആ കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അത് വ്യക്തികളായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളെ 2 പേരുടെ ഇടയിലേക്ക് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോവാൻ വേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ഉണ്ടായിട്ടുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അത് നിങ്ങളുടെ അവസ്ഥ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അതിന് ഒരു എൻഡ് വരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, 2 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ആ ഒരു സിറ്റുവേഷനും ഇപ്പുറത്തെ നിങ്ങളും വെച്ചിട്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾ അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് കോൺവെർസേഷൻ നടത്തണം എന്നൊക്കെയാണ്, കോണ്ടാക്ട് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ നേരിട്ട് കാണാതെയൊക്കെ നിൽക്കുന്നവരാണ്, ഇപ്പൊ കുറേയായി കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു വിചാരം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഹോപ്പ് വന്നിട്ടുള്ളത്, പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇത്ര നാളും അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ അടുത്ത് എന്താ സിറ്റുവേഷൻ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ഇപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ പറഞ്ഞ് ഒരു ക്ലാരിറ്റി തന്നിട്ട് ബാക്കി തീരുമാനം നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് എടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു പ്രശ്നം, ആ പ്രശ്നത്തോട് അവർ ഫൈറ്റ് ചെയ്യാണ്. കോമ്പറ്റീഷൻ പോലെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാണ്. അതായത് നിങ്ങളെ മതി എന്നുള്ള രീതിയിൽ, നിങ്ങളെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർ ഫൈറ്റ് ചെയ്യാണ്, അതിന് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ അവർക്കുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്, ആ ഇമ്പോർട്ടൻസ് എല്ലാം തരുന്നത് നിങ്ങൾക്കാണ്. ഓക്കെ, അപ്പം നിങ്ങളടുത്തോട്ട് എങ്ങനത്തെ രീതിയിൽ വന്നിട്ട് ഇത് സംസാരിക്കാം, നിങ്ങളെ നേരിട്ട് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടാണോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് നടത്തിയിട്ടാണോ എന്നൊക്കെയുള്ളത് അവര് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അവരതിന് വേണ്ടിയിട്ട് ഓരോ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുക, നിങ്ങളടുത്ത് സംസാരിക്കുക, നേരിട്ട് കണ്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളടുത്ത് ഇവിടെ 4 ഓഫ് വൺസ് 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു സോൾ കണക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് 2 പേർക്കും മൂവ് ഓൺ ചെയ്തോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുപോകാനോ സാധിക്കത്തില്ല. അതിനുള്ള തെളിവാണ് ഇവിടെ 2 സോൾ കാർഡ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഒരു ടെമ്പറൻസ് കാർഡാണ്. അവർക്ക് ഇപ്പോൾ ഒരു അറിവ് കിട്ടി എന്ന് വേണം പറയണമെങ്കിൽ. മേ ബി അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. നിങ്ങൾ അത്രമാത്രം അവരെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, മാനിഫെസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടാകും. അവരെ തന്നെ വേണം, അവരില്ലാതെ പറ്റില്ല എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കൊണ്ടു നടന്നിട്ടുണ്ടാകും. അതിനെ തന്നെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതും. ആ ഒരു വിട്ടുകൊടുക്കാതെ ആഗ്രഹിക്കുന്നതിനെ തന്നെയാണ് നമ്മൾ മാനിഫെസ്റ്റ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പോലും അറിയാതെ
നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അട്രാക്ട് ചെയ്തിട്ടില്ല, ഞാനത് വിട്ട് കളഞ്ഞിട്ടുണ്ടാകുന്നു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തോട്ട് കിടപ്പുണ്ടാവും. ആ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണെ തന്നെ എനിക്ക് വേണം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, മാനിഫെസ്റ്റ്, അട്രാക്ഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളും ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു വിചാരമൊക്കെ സോൾ കണക്ഷൻ ഉള്ളതും കൂടി കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർക്കൊരു അറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതും അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആരംഭിച്ചു എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങളെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള തോട്ടിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇതിപ്പം അവർ നിങ്ങളുടെ അടുത്തോട്ട് എടുത്തിരിക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ ആണ് നമ്മൾ നോക്കിയത്. ലവ് ബിഗിനിങ് ആണ്. ആ സ്നേഹം ഒന്നും കൂടി പുതുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാ സിറ്റുവേഷൻസിനോട് ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, റീഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പം കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നിങ്ങളടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഗൈഡൻസ് എന്തെങ്കിലും നമുക്ക് നോക്കാം. 7 ഓഫ് സോർട്സ് ആണ്. പേജ് ഓഫ് വൺസ്, പേജ് ഓഫ് സോർട്സ്, ദ ഫൂൾ കാർഡ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്. ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളടുത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഫൂൾ കാർഡിൽ തന്നെ ഈ ഒറ്റ ഫൂൾ കാർഡ് തന്നെ മതി നിങ്ങളോടുള്ള ഒരു ഗൈഡൻസ് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അവരെന്താണ്, ഏതാണ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു മുഖമല്ല എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അവർക്ക് 2 ഫേസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ സോറി ചോദിച്ചേക്കാം, അവർ പരമാവധി നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കും. ഫോർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. പക്ഷേ പഴയതുപോലെ നിങ്ങളെ ചതിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ അവിടെ വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ വെക്കുക. അത് നിങ്ങളുടെ ആ ഒരു സ്പേസിലേക്ക് കൂടുതലായിട്ടും പഴയ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തതുപോലെ അല്ലെങ്കിൽ ആ ഒരു ഇത് കൊടുത്തതുപോലെ നിങ്ങൾ വെക്കാതിരിക്കുക. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ സെക്കൻഡ് ചാൻസ് കൊടുക്കുക ആൻഡ് നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഫോർഗീവ് ചെയ്യുന്നത് എന്തായാലും ചെയ്യുക, നല്ല കാര്യമാണ്. പക്ഷേ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരെ പിന്നെയും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക, അതിനൊരു ചാൻസ് കൊടുക്കാതിരിക്കുക. അപ്പം നിങ്ങളുടെ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ മാറ്റി നിർത്തുക. ചില കാര്യങ്ങളിലെല്ലാം ഒരു സ്പേസ് നിങ്ങൾ വെക്കുക, ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു മതിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേദനിക്കുമെന്നല്ല, പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.